നമ്മളെ കരയിപ്പിച്ച സിനിമകളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ തന്നെ കരഞ്ഞു പോയതുകൊണ്ട് അത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. സോ അതിൻ്റെ ബാക്കി ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യ ഭാഗം കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ. കാണാൻ പറ്റാത്ത വിധം നമ്മളെ പൊട്ടിക്കരയിപ്പിച്ച, നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ചില മലയാള സിനിമകളെ പറ്റിയാണ് ഈ വീഡിയോ. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. തനിയാവർത്തനം. ലോഹിതദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി സിബി മലയിൽ 1987 സംവിധാനം ചെയ്ത സിനിമയാണ് തനിയാവർത്തനം. വർഷങ്ങൾക്ക് മുൻപ് സിബി മലയിൽ വേറൊരാളിൽ നിന്ന് കേട്ട കഥയെക്കുറിച്ച് മമ്മൂട്ടിയോട് പറഞ്ഞു. സിനിമയാക്കാൻ ഒരുപാട് സാധ്യതകളുള്ള ആ കഥ ഒരു നാടകക്കാരനാണ് അന്ന് സിബി മലയിലിനോട് പറയുന്നത്. സിബി മലയിൽ ഈ കഥ ഒന്ന് കേട്ടു നോക്കാൻ മമ്മൂട്ടിയോട് പറഞ്ഞു. സിബി മലയിൽ അന്ന് ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് മമ്മൂട്ടി കഥ കേൾക്കാമെന്ന് സമ്മതിച്ചത്. അങ്ങനെ കഥ പറയാൻ സിബി പറഞ്ഞു വിട്ട ആൾ വന്നു. കഥ കേൾക്കാൻ മമ്മൂട്ടി കട്ടിലിൽ ചാരി കിടക്കുകയാണ്. അങ്ങനെ വന്നയാൾ കഥ പറഞ്ഞു തുടങ്ങി. വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് മമ്മൂക്ക ആ കഥ കേൾക്കുന്നത്. സിബി ഇത്രയും നിർബന്ധിച്ചതല്ലേ, അയാൾ വന്ന് കഥ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന മട്ടിൽ. കഥ കേൾക്കുന്നതിനനുസരിച്ച് മമ്മൂട്ടിയുടെ മുഖത്തും ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. പുള്ളി കഥയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അത്രയും നേരം തൻ്റെ മുന്നിൽ നിന്ന് കഥ പറഞ്ഞിരുന്ന ആളോട് മമ്മൂട്ടി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു കൊണ്ട് ബാക്കി കഥ അയാൾ മമ്മൂട്ടിക്ക് മുന്നിൽ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു. ആ കഥയുടെ സാധ്യത അപ്പോൾ തന്നെ മനസ്സിലാക്കിയ മമ്മൂട്ടി ചോദിച്ചു, കഥ നന്നായിട്ടുണ്ട്, ഇതിൻ്റെ തിരക്കഥ ആരാണ് എഴുതുക? അതിനെക്കുറിച്ചൊന്നും ആ കഥ വന്ന് പറഞ്ഞ ആൾ ആലോചിച്ചിരുന്നില്ല. ഇത്രയും നന്നായി കഥ പറയാൻ പറ്റുന്ന താൻ തന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയാൽ മതി, തനിക്ക് പറ്റും, മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. അങ്ങനെ അവിടെ വന്ന് കഥ പറഞ്ഞ ആ നാടകക്കാരനാണ് AK ലോഹിതദാസ്. പുള്ളി തന്നെ ആ കഥയ്ക്ക് തിരക്കഥയും എഴുതി. പിന്നെ നടന്നത് ചരിത്രം. സിനിമയിൽ സുമിത്ര ഗോപിയോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. എനിക്ക് ഇങ്ങനെ രക്ഷപ്പെടാം, ഗോപിയേട്ടന് ഉദ്യോഗത്തിന്റെ പേരിൽ ദൂരെ നാട്ടിലേക്ക് രക്ഷപ്പെടാം. വല്യേട്ടനോ? അതെ, വല്യേട്ടന് ഒരിക്കലും അവിടെയുള്ളവരെ വിട്ട് വേറെ എവിടെയും പോയി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒടുക്കം ആ ശാപം മുഴുവൻ തലയിൽ പേറി അയാൾക്ക് യാത്രയാകേണ്ടി വരികയാണ്. തലമുറയിലെ തന്നെ അവസാനത്തെ ഭ്രാന്തനായിക്കൊണ്ട് തൻ്റെ ഫാമിലി പാരമ്പര്യമായി കൊണ്ടു നടന്ന അന്ധവിശ്വാസങ്ങളുടെ ഫലമായി അവസാനം ഭ്രാന്ത് കിട്ടുന്ന ബാലൻ മാഷ്. ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ നിൽക്കുന്ന അമ്മ. ശ്രീധരൻ മാമ മരിച്ചതുപോലെ തന്നെ ജീവിച്ചിരുന്ന ആ മുറിയിലേക്ക് ബാലൻ മാഷും എത്തുന്നു. അവിടെ നിന്ന് മകനെ മോചിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയുമായി വരുന്ന അമ്മ, കയ്യിൽ വിഷവുമായി വന്ന അമ്മയും തൊട്ടടുത്തിരിക്കുന്ന ബാലൻ മാഷും. ഇത് കണ്ട് കരയാത്തവർക്ക് സിനിമ കണ്ട ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീനാണത്. ആദ്യമായി ഒരു പിടി ചോറ് നൽകിയ അതേ അമ്മ തന്നെ അതേ കൈകൊണ്ട് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഭക്ഷണവും വാരിക്കൊടുക്കുന്നു. അങ്ങനെ അതും കഴിച്ച് ഈ അന്ധവിശ്വാസങ്ങളുടെ ലോകത്ത് നിന്ന് പൊയ്പോകുന്ന ബാലൻ മാഷിനെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരിക്കൽ കണ്ടവർ രണ്ടാമതൊന്നുകൂടി ഈ സിനിമ കാണാൻ മടിക്കും. എന്ന് നിന്റെ മൊയ്തീൻ. RS വിമലിൻ്റെ തിരക്കഥയിൽ പൃഥ്വിരാജിനെ നായകനാക്കി RS വിമൽ തന്നെ 2015 സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമയാണ് എന്ന് നിന്റെ മൊയ്തീൻ. ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകളിലും ഒന്നാണ് ഈ സിനിമ. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കാഞ്ചന മൊയ്തീൻ പ്രണയം മലയാളികൾ സങ്കടത്തോടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒന്നാണ്. ഒരു റിയൽ സ്റ്റോറി. അതും ഇതുപോലൊരു പ്രണയകഥ സിനിമയായി വന്നതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. സിനിമയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് മഴ. അങ്ങനെ ആ മഴയത്ത് കാഞ്ചനയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ് മൊയ്തീൻ വാരിയെടുക്കുന്നുണ്ട്. അപ്പോഴുള്ള പാട്ടും ബീജിയും അത് വേറെ ലെവലുമാണ്, ആളെ സങ്കടപ്പെടുത്തുന്നതുമാണ്. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയിൽ ഒരുപാട് നല്ല വിഷ്വൽസ് ഉണ്ടെങ്കിലും അതിലെ ഏറ്റവും മികച്ച ഫ്രെയിമുകളിലൊന്നാണിത്. സാധാരണ സിനിമകളിൽ അങ്ങനെ വൺ സൈഡ് ലവിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അവിടെയും എടുത്തു പറയേണ്ട ഒന്നാണ് കാഞ്ചനയെ പ്രേമിക്കുന്ന അപ്പുവേട്ടൻ്റെ ക്യാരക്ടർ. ടൊവിനോയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചൊരു ക്യാരക്ടർ. മരണമില്ലാത്ത സ്നേഹത്തിന് മുന്നിൽ ഒടുക്കം തോൽവി സമ്മതിക്കുന്ന അപ്പുവേട്ടനെയും കുറിച്ച് സങ്കടത്തോടെ അല്ലാതെ എങ്ങനെയാണ് ഓർക്കുക? ഒരുമിക്കാൻ ആഗ്രഹിച്ച് അവർ കടൽ കടക്കാൻ തീരുമാനിക്കുന്നു. പാസ്പോർട്ട് എടുത്ത് വരുന്ന ദിവസം പെയ്യുന്ന മഴ. മൊയ്തീൻ തോണിയിൽ കയറി ഇരുവഴിഞ്ഞിപ്പുഴ മുറിച്ചു കടക്കുന്നു. തോണി മറിയുന്നു. ഒരുപാട് പേരെ മൊയ്തീൻ രക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ അയാൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇലവഴിഞ്ഞിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മൊയ്തീൻ യാത്രയായി. ഇതെല്ലാം കഴിഞ്ഞ് കാഞ്ചന മൊയ്തീൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന മഴ, സങ്കടപ്പെടുത്തുന്ന മഴ. ഇതിലെ എല്ലാ പാട്ടുകളും ഭയങ്കര രസമുള്ളതാണ്. മുക്കത്തെ പെണ്ണയൊക്കെ പക്ഷെ കേൾക്കുമ്പോൾ ഒരു സങ്കടം വരുമെന്ന് മാത്രം. കിരീടം. ലോഹിതദാസിൻ്റെ സ്ക്രിപ്റ്റിൽ സിബി മലയിൽ മോഹൻലാലിനെ നായകനാക്കി 1989 സംവിധാനം ചെയ്ത സിനിമയാണ് കിരീടം. കിരീടത്തിൻ്റെ ഫുൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് സിബി മലയിൽ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി
മോഹൻലാലിൻ്റെ ഒരു ദിവസത്തെ ഡേറ്റ് കൂടി വേണമെന്ന് പറയുന്നത്. അതിനി നടക്കില്ലെന്നാണ് അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞത്. മോഹൻലാലിനെ വെച്ച് ഒരു സീൻ കൂടെ ഷൂട്ട് ചെയ്യാനുണ്ടെന്നും അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്നും സിബി മലയിൽ തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുകയും അത് മോഹൻലാൽ അറിയുകയും ചെയ്തു. അങ്ങനെ മോഹൻലാൽ സിബി മലയിലിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഒരു സീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് സിബി മോഹൻലാലിനെ പറഞ്ഞു കൺവിൻസ് ചെയ്യുകയും മോഹൻലാൽ വന്ന് അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒറ്റ ദിവസം ലാലേട്ടൻ വന്ന് അഭിനയിച്ച സീനാണ് കണ്ണീർ പൂവിൻ്റെ പാട്ട് സീനിൽ സേതുമാധവൻ ആളില്ലാത്ത ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സീൻ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും. തനിക്ക് അത്രയും ഇഷ്ടമുണ്ടായിരുന്ന ദേവിയുടെ കല്യാണം നേരിൽ കണ്ട് കലങ്ങിയ കണ്ണുകളുമായി തിരിഞ്ഞു നടക്കുന്ന സേതുമാധവൻ. കണ്ണീർ പൂവെന്ന പാട്ട് നമ്മളെയൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സേതുമാധവൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ആ സീൻ വഹിച്ചത് വലിയൊരു പങ്ക് തന്നെയാണ്. പലരും ലോഹിതദാസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നത്രേ, കിരീടം സിനിമയുടെ ഈ ക്ലൈമാക്സ് ഒന്ന് മാറ്റിക്കൂടെ എന്ന്. കാരണം അന്ന് ഹീറോ പരാജയപ്പെടുന്നത് സിനിമ കാണുന്ന ആരാധകർ സ്വീകരിക്കുമോ എന്ന ഡൗട്ടായിരുന്നു. അതിന് ലോഹി പറഞ്ഞത്, എൻ്റെ ഈ ഹീറോ ഈ സിനിമയിൽ പരാജയപ്പെടുന്നവൻ തന്നെയാണ്, അതിനി അങ്ങനെ തന്നെ മതി. കുറച്ച് സങ്കടത്തോടെ ആണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടത് ആ ക്ലൈമാക്സ് തന്നെയാണ്. ആ ക്ലൈമാക്സിൽ തിലകം വന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്, നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിട എന്ന്. അയാൾ മകനിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അതെല്ലാം ഒരു കത്തിമുനയിലൂടെ തകർന്ന് തരിപ്പണമാകുമ്പോൾ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളായ അച്യുതൻ നായർക്ക് പിന്നെ ഇതല്ലാതെ വേറെ എന്താണ് പറയാൻ പറ്റുക? മോഹൻലാൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു സീനുണ്ട് ഇതിൽ. അപ്പോൾ വീട്ടിലേക്ക് കയറുന്ന മോഹൻലാലിനെ തിലകൻ തടയും. അവിടെ നിന്നും മോഹൻലാൽ വീട്ടിലേക്ക് കയറാതെ തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ അമ്മയോട് പറയുന്നത്, അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ എന്ന് പറഞ്ഞ് സേതുമാധവൻ വീട് വിട്ടിറങ്ങുമ്പോൾ കാണുന്ന ഏതൊരാളുടെയും ഹൃദയം ഒന്ന് പിടയും. മൂന്നാം പക്കം. പത്മരാജൻ്റെ തിരക്കഥയിൽ പത്മരാജൻ തന്നെ ജയറാമിനെ നായകനാക്കി 1988 സംവിധാനം ചെയ്ത സിനിമയാണ് മൂന്നാം പക്കം. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഭയങ്കരമായി ഇമോഷൻസിനെ യൂസ് ചെയ്ത സംവിധായകരിൽ ഒരാളാണ് പത്മരാജൻ. രണ്ടാമതൊരു തവണ കൂടി കാണാൻ പറ്റാത്തൊരു പത്മരാജൻ സിനിമയാണ് മൂന്നാം പക്കം. ഇതിൽ ജയറാമും ഫ്രണ്ട്സും കടലിൽ പോകുന്നത് വരെയുള്ള സീനുകൾ കാണാൻ ഭയങ്കര രസമാണ്. ചെറിയ ചെറിയ തമാശകളും രസമുള്ള നാട്ടിൻപുറത്തെ വിഷ്വൽസും എല്ലാം കൊണ്ടും അതുവരെ സിനിമ കണ്ടിരിക്കാൻ പൊളിയാണ്. അവർ കടലിൽ പോയതിന് ശേഷവും ആ സിനിമ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ മനക്കരുത്തൊന്നും പോരാ. ഏതോ ഒരു ബീച്ചിൽ പത്മരാജൻ ഇരിക്കുകയായിരുന്നു അത്രേ. അപ്പോഴാണ് അവിടെ കുളിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ കടലിൽ പോയത്. അതിനുശേഷം അയാളെ കിട്ടിയിട്ടില്ല. അതിൽ നിന്നാണ് മൂന്നാം പക്കം എന്ന സിനിമയുടെ ബേസിക് ഐഡിയ പത്മരാജന് കിട്ടുന്നത്. ഒരു അപ്പൂപ്പൻ്റെയും കൊച്ചുമകൻ്റെയും ആത്മബന്ധമാണ് സിനിമയിലൂടെ പറയുന്നത്. അതിലെ ഉണരുമി ഗാനം എന്ന് പറയുന്ന പാട്ടും ഭയങ്കര രസമാണ്. സിനിമയിൽ മുത്തശ്ശൻ ഏറെ ആഗ്രഹിക്കുന്നത് കൊച്ചുമകൻ്റെ തിരിച്ചുവരവാണ്. അങ്ങനെ പാച്ചു തിരിച്ചു വരുന്നു. പാച്ചു തിരിച്ചു വന്നപ്പോഴുള്ള മുത്തച്ഛൻ്റെ ഒറ്റപ്പെടൽ പോയതിൻ്റെ സന്തോഷം കാണിക്കുന്ന വിഷ്വൽ നിറഞ്ഞതാണ് ആ പാട്ട്. അതിനിടയിൽ തിലകൻ പറയുന്നൊരു ഡയലോഗുണ്ട്, എനിക്ക് പലപ്പോഴും തോന്നുമായിരുന്നു മൂപ്പരെന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ, വെറുതെ ഇടുകല്ലോ. എന്നാൽ അത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഇത്രയും കാലം പിടികിട്ടിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10-14 ദിവസം നിങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ എനിക്കറിയാം എന്നെ ഇട്ടിരുന്നത് ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നുവെന്ന്. ഈ ഒരു സീനും അതിലെ ഡയലോഗും കൂടെ വരുന്ന BGM കൂടെ ആകുമ്പോൾ എന്തോ ഉള്ളിൽ സങ്കടം വരും. അതിന് ശേഷമാണല്ലോ മെയിൻ ഐറ്റം വരുന്നത്. അശോകൻ ഓടി വന്ന് തിലകൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങളെല്ലാരും കൂടെ കടലിൽ കുളിക്കായിരുന്നു. പെട്ടെന്ന് തെര പൊങ്ങി. ലോപ്പസും ഭാസ്കറും തെരയപ്പെട്ടു. തിലകൻ പേടിച്ച കണ്ണുകളോടെ അവനെ തന്നെ നോക്കി ഒരേ നിൽപ്പ് നിൽക്കുകയാണ്. ലോപ്പസ് മാത്രമേ തിരിച്ചു വന്നുള്ളൂ. പിന്നെ തിലകൻ്റെ ഒരു ക്ലോസ് ഷോട്ടാണ്. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ. പുള്ളി കരയുന്നോ അലറുന്നോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതെല്ലാം ഒരേ സമയം ആ മുഖത്ത് വരുന്നുണ്ട് താനും. കൂടെ തിരമാലകളുടെ ശബ്ദവും അതിൻ്റെ കൂടെ കൂടിക്കൂടി വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും വല്ലാത്തൊരു ഫീലാണ് നമുക്ക് തരുന്നത്. തൂവാലെടുത്ത് മുഖത്ത് വെച്ചാൽ മാത്രം മതി കടലിൽ പോയ ജയറാം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമ ബാക്കി കാണുന്നത്. അവസാനം വരെയും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നതുമാണ്. പക്ഷെ അവസാനം നമ്മൾ കണ്ടത്, അതിലെ പാട്ട് എവിടെ നിന്ന് ഇപ്പോൾ കേട്ടാലും ഉള്ളിലൊരു സങ്കടം വന്ന് നിറയും. ഇതുകൊണ്ടൊക്കെ തന്നെ വീണ്ടും കാണാൻ പറ്റാത്തൊരു സിനിമയായി മൂന്നാം പക്കം മാറുന്നു. തന്മാത്ര. ബ്ലസ്സിയുടെ സ്ക്രിപ്റ്റിൽ ബ്ലസ്സി തന്നെ മോഹൻലാലിനെ നായകനാക്കി 2005 സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമയാണ് തന്മാത്ര. അൾഷിമേഴ്സ് എന്ന അസുഖത്തിൻ്റെ ഭീകരത ഭയങ്കര ഗൗരവത്തോടെ തന്നെ എടുത്തു വച്ചിട്ടുള്ള സിനിമയാണ് തന്മാത്ര. നമുക്ക് 2 കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് ഒരു സിനിമ രണ്ടാമത് കാണാൻ പറ്റാതിരിക്കുന്നത്.
ആദ്യം പറഞ്ഞതുപോലെ ഒരു മോശം സിനിമ ഒരിക്കലും നമുക്ക് രണ്ടാമത് കാണാൻ തോന്നില്ലല്ലോ. അതുപോലെ തന്മാത്ര പോലൊരു സിനിമയും നമുക്ക് രണ്ടാമത് കാണാൻ പറ്റില്ല. ഒറ്റ ഇരിപ്പിന് സിനിമ മുഴുവൻ കണ്ടു തീർത്തവർ പിന്നീട് ഒരിക്കലും അത് ഒരിക്കൽ കൂടെ കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അത്രയും ആഴത്തിൽ നമ്മളെ വേദനിപ്പിച്ച ക്യാരക്ടറാണ് തന്മാത്രയിലെ രമേശൻ നായർ. പഴയ സിനിമകളിലെ മോഹൻലാലിന് ഭയങ്കര നിഷ്കളങ്കതയാണ്. ഇന്നത് എവിടേക്കോ പോയി. എന്റെ പൊന്നുനായിട്ടവരെ കരയിക്കണം. ഈ പറഞ്ഞ നിഷ്കളങ്കത കൊണ്ട് ചിരിപ്പിക്കാനും അതുപോലെ സന്തോഷിപ്പിക്കാനും ഒക്കെ പല നടന്മാരെ കൊണ്ടും പറ്റുന്ന പണിയാണ്. പക്ഷേ ഇതേ പറഞ്ഞ സാധനം കൊണ്ട് ഒരാളെ കരയിപ്പിക്കുക എന്നത് അധികം ആരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതാണ് മോഹൻലാൽ ഈ സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയെപ്പറ്റി ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കാര്യങ്ങളിലൊന്ന്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഒരാൾ ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ തീരുമാനമെടുത്തത് തന്മാത്ര കണ്ട ശേഷമാണെന്ന് ബ്ലസ്സി തൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അയാൾ ഇന്നും തൻ്റെ ഫാമിലിയുടെ കൂടെ സന്തോഷമായാണ് ജീവിക്കുന്നത്. ഒരു സിനിമ ഒരാളുടെ ലൈഫിനെ രസമായി നിയന്ത്രിക്കുക എന്നതിലപ്പുറം എന്താണ് ആ സിനിമയുടെ സംവിധായകന് വേണ്ടത്? ക്ലൈമാക്സിന് മുമ്പ് സിനിമയിൽ വരുന്നൊരു പാട്ടാണത്. അതിൻ്റെ ലിറിക്സും ആ സിറ്റുവേഷന് ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്ന ഏതൊരാളും അപ്പം കരഞ്ഞു പോകും. ഇതൊന്നും പോരാഞ്ഞിട്ട് സിനിമ തീരുമ്പോൾ ലോകം മുഴുവൻ പ്രകാശം നിറയ്ക്കുന്ന സൂര്യ തേജസ്സിൻ്റെ ആയുസ് കേവലം ഒരു പകൽ മാത്രമാണ് എന്നുകൂടി എഴുതി കാണിക്കുന്നുണ്ട്. ഈ സിനിമ കണ്ട് കരയാത്തവർ എന്നെ കല്ലെറിയട്ടെ. കഥ പറയുമ്പോൾ ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ എം മോഹനൻ 2007 സംവിധാനം ചെയ്ത സിനിമയാണ് കഥ പറയുമ്പോൾ. ശ്രീനിവാസൻ്റെ അളിയനായ എം മോഹനൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ കൂടിയാണത്. ശ്രീനിവാസൻ നായകനായ സിനിമയിൽ മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ വന്ന് ഞെട്ടിച്ച സിനിമ കൂടിയാണത്. എറണാകുളത്ത് ഒരു കല്യാണം നടക്കുകയാണ്. ആ പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ കഥ ശ്രീനിവാസൻ മുകേഷിനോട് പറയുന്നത്. നീ മുൻപൊരിക്കൽ സിനിമ നിർമ്മിക്കുന്നൊരു കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് ഒരുമിച്ചിപ്പോൾ നിർമ്മിച്ചാലോ? സിനിമ വിജയിച്ചേക്കുമെന്ന് തോന്നുന്നു. എല്ലാം നീ നോക്കണം, നമ്മുടെ കാശൊന്നും അധികം പോകരുത്. മുകേഷിനെ മാറ്റി നിർത്തി ശ്രീനിവാസൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ കഥ കേൾക്കണ്ടേ? നിൻ്റെ കഥയല്ലേ, എനിക്ക് കേൾക്കണമെന്നില്ല, മുകേഷ് പറഞ്ഞു. അങ്ങനെ മുകേഷും ശ്രീനിവാസനും കൂടി മമ്മൂക്കയുടെ വീട്ടിൽ പോയി. മമ്മൂക്കയും പറഞ്ഞത് എനിക്ക് കഥ കേൾക്കണ്ട, നിൻ്റെ കഥയിൽ എനിക്ക് വിശ്വാസമാണെന്നാണ്. ഞാൻ എന്നാണ് ഷൂട്ടിന് വരേണ്ടതെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിലെ നായകൻ ശ്രീനിവാസനാണ്. മമ്മൂക്ക പ്രതിഫലം പറഞ്ഞ് അത് ഞങ്ങൾക്ക് താങ്ങുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നുള്ളൂ, മുകേഷ് പറഞ്ഞു. ഇത് കേട്ട് മമ്മൂക്ക പറഞ്ഞത്, എടാ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ കാശ് മേടിക്കാനോ? എത്ര കൊല്ലമായി നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നതാണ്. ഞാൻ എൻ്റെ 5 ദിവസം ഫ്രീ ആയി നിങ്ങൾക്ക് തരുന്നു, ഡേറ്റ് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ മുകേഷിനോടും ശ്രീനിവാസനോടുമുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്താണ് മമ്മൂട്ടി ഈ സിനിമ ചെയ്യുന്നത്. കഥ പറയുമ്പോൾ സിനിമയെ പറ്റി ഈ അടുത്ത് ധ്യാൻ ശ്രീനിവാസൻ ഒരു ഷോയിൽ സംസാരിക്കുന്നുണ്ട്. പുള്ളി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആൾറെഡി വായിച്ചിരുന്നതാണ് അത്രേ. അന്ന് ഈ സിനിമ 8 നിലയിൽ പൊട്ടുമെന്നായിരുന്നു ധ്യാനിന് തോന്നിയിരുന്നത്. അങ്ങനെ സിനിമ ഇറങ്ങി. സിനിമ കണ്ടുവന്ന അച്ഛനോടൊപ്പം ഫുഡ് അടിക്കുകയാണ് ധ്യാൻ. സിനിമ കണ്ടോ? സിനിമ ഓടുമോ? ശ്രീനിവാസൻ ചോദിച്ചു. ഓടും. ഞാൻ ഈ സിനിമയിൽ ഒരൊറ്റ സീനെ മര്യാദയ്ക്ക് എഴുതിയിട്ടുള്ളൂ, അത് അവസാനത്തെ സീനാണ്. അതിന് പുറകിലേക്ക് എന്തെഴുതി വെച്ചാലും സിനിമ ഓടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, ശ്രീനിവാസൻ പറഞ്ഞു. എന്താല്ലേ, ആ അവസാനത്തെ സീനൊക്കെ ഇമോഷണൽ ആവാതെ നമുക്കിന്നും ഓർക്കാൻ പോലും പറ്റില്ല. മമ്മൂക്കയുടെ വിങ്ങിപ്പൊട്ടലോട് കൂടിയുള്ള പ്രസംഗം കേട്ട് കണ്ണു നനയാത്ത മലയാളികൾ ആരാണുള്ളത്? സിനിമ കണ്ട പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു സീനും അതാണ്. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ എന്ന് പറഞ്ഞു തുടങ്ങി അന്ന് തിയേറ്ററുകൾ കംപ്ലീറ്റ് സൈലൻ്റ് ആക്കിയ ഡയലോഗ്. സിനിമയിലെ ആ അവസാന ഭാഗത്തെ സ്റ്റേജിലെ മമ്മൂട്ടിയുടെ പ്രസംഗം ഒരുപാട് പേരെ കരയിപ്പിച്ച ഒന്നാണ്. ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്യാൻ സംവിധായകൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. കാരണം ആ ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മമ്മൂട്ടി കരഞ്ഞു പോകുമായിരുന്നു അത്രേ. അങ്ങനെ ഒരുപാട് ടേക്കുകൾ എടുത്ത സീനാണത്. രാവിലെ തുടങ്ങിയ ഷൂട്ട് ഏതാണ്ട് വൈകുന്നേരം വരെ നീണ്ടുപോയി. ചില സീനുകൾ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരും അവരറിയാതെ അതിലെ കഥാപാത്രങ്ങളാകുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സീൻ കണ്ട നമ്മളിലേക്കും ആ ഒരു സീൻ ആഴ്ന്നിറങ്ങിയത്. ഈ ചിത്രം മറ്റ് പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്ത് പോയിട്ടും അവിടെയൊന്നും പടം വർക്കൗട്ട് ആകാത്തതും മമ്മൂക്കയുടെ ഈ അതുല്യ പ്രകടനം അവിടെ ആർക്കും അനുകരിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കരയിപ്പിച്ച ചില ഗംഭീര സിനിമകൾ. ഇനിയും നിങ്ങളെ കരയിപ്പിച്ച സിനിമകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക. ഒപ്പം ഈ സിനിമകൾ കണ്ടപ്പോഴുള്ള നിങ്ങളുടെ അനുഭവവും കമൻറ്റായി പറയുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വല്ലാത്ത ഹെഡ് പെയിൻ, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.